നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC പ്രായപരിധി 36 വയസ്സിൽ നിന്ന് 40 വയസ്സാക്കി ഉയർത്തി. SC/ST 45 വയസ്സ് വരെ അപേക്ഷിക്കാം. സർക്കാർ നിർണായക തീരുമാനം. സംസ്ഥാന സർക്കാർ എടുത്ത ഏറ്റവും ശ്രദ്ധേയമായ നിയമന തീരുമാനങ്ങളിൽ ഒന്നായി മാറുകയാണ് പുതിയ പ്രായപരിധി വർധന. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന നടത്തുന്ന നിയമനങ്ങൾക്ക് അപേക്ഷിക്കുവാനുള്ള പരമാവധി പ്രായപരിധി ഉയർത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. നിലവിൽ പൊതുവിഭാഗത്തിന് 36 വയസ്സായിരുന്നു പ്രായപരിധി. ഇനി അത് 40 വയസ്സായി ഉയരും. SC/ST വിഭാഗങ്ങൾക്ക് 45 വയസ്സ് വരെ അപേക്ഷിക്കാനാകും. OBC വിഭാഗങ്ങൾക്കും തത്തുല്യമായ വർധന അനുവദിക്കും. ഈ തീരുമാനം ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ജീവിതത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്നതാണ്. എന്താണ് സർക്കാർ പ്രഖ്യാപിച്ചത്? മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. പൊതുവിഭാഗം 36 നിന്ന് 40 വയസ്സ് വരെ ഉയർത്തി. OBC 39 നിന്ന് ആനുപാതിക വർധനയുണ്ടാകും. SC/ST 41 വയസ്സിൽ നിന്ന് 45 വയസ്സ് വരെ ഉയർത്തി. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിക്കുകയും കമ്മീഷന്റെ 32 ശുപാർശകൾ അംഗീകരിക്കുകയും ചെയ്തു. ഇത് വെറും പ്രായവർധനയല്ല, നിയമന സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാണെന്ന് വിലയിരുത്തലുണ്ട്. എന്തുകൊണ്ടാണ് ഈ തീരുമാനം നിർണായകമായത്? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോവിഡ് കാലത്തെ പരീക്ഷാ വെകിപ്പുകൾ, റാങ്ക് ലിസ്റ്റ് നീണ്ടുപോവൽ, നിയമന നടപടികളിലെ താമസം, സ്വകാര്യ മേഖലയിലെ തൊഴിൽ നഷ്ടം ഇവ കാരണം ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പ്രായപരിധി കടന്നുപോയിരുന്നു. ഇപ്പോൾ പ്രായപരിധി ഉയർന്നതോടെ അവസരം നഷ്ടപ്പെട്ടു എന്ന് കരുതിയവർക്ക് വീണ്ടും ഒരു വാതിൽ തുറന്നിരിക്കുകയാണ്. ആർക്കെല്ലാം പ്രയോജനപ്പെടും? വർഷങ്ങളായി PSCക്ക് തയ്യാറെടുക്കുന്നവർ, കോവിഡ് കാലത്ത് അവസരം നഷ്ടപ്പെട്ടവർ, കുടുംബ ബാധ്യതകൾ കാരണം പരീക്ഷ എഴുതാൻ വൈകിയവർ, സ്വകാര്യ ജോലിയിൽ നിന്ന് സർക്കാർ മേഖലയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർ. ഇത് 35+ പ്രായത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വലിയ ആശ്വാസമാണ്. മത്സരത്തിന്റെ ചിത്രം മാറുമോ? അതെ, മത്സരത്തിന്റെ സ്വഭാവം മാറാൻ സാധ്യതയുണ്ട്. പ്രായപരിധി ഉയർന്നതോടെ കൂടുതൽ പരിചയസമ്പന്നരും ദീർഘകാല തയ്യാറെടുപ്പുള്ളവരും മത്സര രംഗത്ത് എത്തും. അതായത് അപേക്ഷകരുടെ എണ്ണം വർദ്ധിക്കാം, മത്സരത്തിന്റെ കടുപ്പം കൂടാം, കട്ട് ഓഫ് മാർക്ക് ഉയരാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇനി മുതൽ തയ്യാറെടുപ്പ് കൂടുതൽ സീരിയസ് ആയിരിക്കണം. JB കോശി കമ്മീഷൻ പ്രധാന ശുപാർശകൾ. സർക്കാർ തത്വത്തിൽ അംഗീകരിച്ച കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെട്ട പ്രധാന നിർദ്ദേശങ്ങൾ: പ്രായപരിധി യുക്തിസഹമാക്കൽ, നിയമന പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കൽ, റാങ്ക് ലിസ്റ്റ് മാനേജ്മെന്റ് മെച്ചപ്പെടുത്തൽ, ഡിജിറ്റൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തൽ. ഇത് ഭാവിയിൽ PSC സംവിധാനത്തിൽ വലിയ പരിഷ്കാരങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. രാഷ്ട്രീയവും സാമൂഹികവും ആയ പ്രതികരണം. ഉദ്യോഗാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. തൊഴിൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. അതേസമയം ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനം പുറത്തുവന്ന ശേഷമേ എല്ലാ തസ്തികകൾക്കും ഇത് ബാധകമാണോ എന്ന കാര്യത്തിൽ അന്തിമ വ്യക്തത ലഭിക്കൂ. ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്: 1 ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ജനന തീയതി, സംവരണം എന്നിവ ശരിയാണോ എന്ന് ഉറപ്പാക്കുക. പുതിയ നോട്ടിഫിക്കേഷനുകൾ സ്ഥിരമായി പരിശോധിക്കുക. മത്സരത്തിന്റെ തോത് ഉയരുമെന്നതിനാൽ തയ്യാറെടുപ്പ് ശക്തമാക്കുക. 36 വയസ്സിൽ നിന്ന് 40 വയസ്സായി പൊതുവിഭാഗത്തിന് പ്രായപരിധി ഉയർത്തിയതും SC/ST വിഭാഗത്തിന് 45 വയസ്സായി വർദ്ധിപ്പിച്ചതും കേരളത്തിലെ നിയമന ചരിത്രത്തിൽ വലിയ തീരുമാനമായി രേഖപ്പെടുത്തും. ഇത് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് അവസാനിച്ചു എന്ന് കരുതിയ അവസരം വീണ്ടും ആരംഭിക്കുകയാണ്. സർക്കാരിന്റെ ഈ തീരുമാനം തൊഴിൽ പ്രതീക്ഷകൾക്ക് പുതുജീവൻ നൽകുന്നതായി വിലയിരുത്തപ്പെടുന്നു. ഇനി ചോദ്യം ഒന്നു മാത്രം: ഈ പുതിയ അവസരം നിങ്ങൾ ഉപയോഗിക്കുവാൻ തയ്യാറാണോ? ഇത്തരത്തിലുള്ള PSC, വിദ്യാഭ്യാസ, ആരോഗ്യ, സർക്കാർ, സെമി ഗവൺമെന്റ് ജോലി വാർത്തകൾ ദിവസവും ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.